അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രൈവർ ബ്രോ. അപ്പം എൻ്റെ നേരെ പുറകെ കാണുന്നതാണ് ഒരു സബ്മറൈനാണ്, ഇന്ത്യൻ നേവിയുടെ ഒരു അന്തർവാഹിനിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ അന്തർവാഹിനിയിലൊന്ന് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളെ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണത്ത് RK ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നേവിയുടെ ഈ അന്തർവാഹിനി വന്ന് കിടക്കുന്നത് പറഞ്ഞത്. അപ്പം ഈ അന്തർവാഹിനിയെ കയറിയിട്ട് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അന്തർവാഹിനിയിലേക്ക് പോകാം. ആക്ച്വലി ഈ അന്തർവാഹിനി ഇപ്പോൾ നേവിയിൽ എന്താ പറയുന്നത് കടലിലല്ല നിൽക്കുന്നത്, ഇത് കരയിൽ അവർ മ്യൂസിയമാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ നേവിയിൽ 1971 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1969 റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ഒരു അന്തർവാഹിനിയാണ് ഇതെന്ന് പറഞ്ഞാൽ. അതിൻ്റെ എന്താണ് 31 വർഷത്തെ സർവീസിന് ശേഷം, 69 ശേഷം 31 വർഷത്തെ സർവീസിന് ശേഷം അത് ഇന്ത്യൻ നേവി ഡീകമ്മീഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മ്യൂസിയമായിട്ട് നമുക്ക് വേണ്ടി ഇവിടെ വച്ചിരിക്കുകയാണ് ഈ ഒരു അന്തർവാഹിനി. ഇത് ഇൻഡോ പാക് വാറിലൊക്കെ 1971 ഇൻഡോ പാക് വാറിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു അന്തർവാഹിനിയാണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഈ ഒരു അന്തർവാഹിനിക്ക് ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ പൊതുജനത്തിന് വേണ്ടി അത് സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ നേവി അത് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതിന് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ എന്ന് പറഞ്ഞാൽ അവിടെയാണ്. വിശാഖപട്ടണം ബീച്ചാണ്. നിങ്ങൾ വിശാഖപട്ടണത്തിൽ ബീച്ചിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് പറഞ്ഞാൽ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു അന്തർവാഹിനി. അതിൻ്റെ ടോർപിഡോസൊക്കെയാണ് ഇരിക്കുന്നത് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ഇത് ഇത്രയും വലിപ്പമുള്ളൊരു അന്തർവാഹിനിയാണ്, സബ്മറൈനാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അന്തർവാഹിനി കാണുന്നത്, അതിൻ്റെ അകത്തെ കാഴ്ചകളും കാണുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അന്തർവാഹിനി കണ്ടിട്ട് വരും. ഇത് ബീച്ചിലെ മെയിൻ റോഡാണ്. അതാണ് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ മ്യൂസിയം, നേവിയുടെ എയർക്രാഫ്റ്റ് മ്യൂസിയമാണ്. അപ്പോൾ അവിടെ നമുക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ വേണോ കർസൂര സബ്മറൈൻ മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര്. എന്തായാലും നമുക്ക് നേരെ പോയി ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സെക്യൂരിറ്റി ചേട്ടന്മാരെല്ലാം നിൽപ്പുണ്ട്. ഇതാണ് അതിൻ്റെ അതുണ്ടോ വിശാഖപട്ടണം ബീച്ചിൻ്റെ ഒരു RK ബീച്ച് എന്ന് പറയുന്നത്. അവിടെ ടോയ്ലറ്റ്, വെള്ളം കുടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് വന്നിട്ട് ടിക്കറ്റ് കൗണ്ടർ. ഞാൻ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തായിരുന്നു. ഇൻ്റഗ്രേറ്റഡ് ടു ലൊക്കേഷൻ പ്ലസ് ടിക്കറ്റ് റേറ്റ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് ക്യൂ ആണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ എന്തോ ഒരു ബിൽഡിംഗ് ആണ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ സബ്മറൈൻ. അതിൻ്റെ മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഓഫ് ദ സബ്മറൈൻ കൊർസൂര എന്നാണ് പറയുന്നത്. അപ്പോൾ സബ്മറൈൻ്റെ ക്ലാസ് കൊടുത്തേക്കുന്ന ഡേറ്റ് ഓഫ് കമ്മീഷനിങ് ഇവിടെ 18 ഡിസംബർ 1969 ഇത് കമ്മീഷൻ ചെയ്തേക്കുന്നത്. ഡീകമ്മീഷൻ ചെയ്തേക്കുന്നത് 2001 ഫെബ്രുവരി 27. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് 91.3 മീറ്ററാണ് ഈ സബ്മറൈൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഡയമീറ്റർ 8 മീറ്റർ, മാക്സിമം ഹൈറ്റ്. പിന്നെ നമ്പർ ഓഫ് ടോർപിഡോസ് 22 ടോർപിഡോസാണ്. ഈ ടോർപിഡോ എന്ന് പറയുന്ന സാധനം പോകുന്ന ഒരു ട്യൂബാണ്. നമ്മൾ 6 എണ്ണം കാണുന്നത്, 2, 4, 6 എണ്ണം ഉള്ള ടോർപിഡോ. നമ്മളങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് കാണാം. മാക്സിമം ഡൈവിംഗ് ഡെപ്ത് 280 മീറ്ററാണ് ഇതിൻ്റെ ഡൈവിംഗ്. പിന്നെ ബല്ലാസ്റ്റ് ടാങ്ക് 10, ഡീസൽ എൻജിൻ 3, നമ്പർ ഓഫ് മെയിൻ മോട്ടർ 3. അങ്ങനെ ഓരോ സംഭവങ്ങളും സബ്മറൈനെക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ സബ്മറൈൻ്റെ കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ അടുത്ത ഒരു ബോർഡ് കൊടുത്തേക്കുന്നത് മേക്കിംഗ് ഓഫ് കർസൂര മ്യൂസിയം. ഈ മ്യൂസിയം ഇവിടെ നിർമ്മിച്ചതിനെ കുറിച്ചുള്ളതാണ്, അതിൻ്റെ കാര്യങ്ങളാണ്. ആ സബ്മറൈൻ ഇവിടെ അതുണ്ടോ, സബ്മറൈന് കടലിൽ നിന്ന് ലാസ്റ്റ് ഡീകമ്മീഷൻ ചെയ്തിട്ട് മറ്റേ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് കൊണ്ടുവരുന്നതുകൊണ്ട് അതിനുശേഷം അത് ടഗ് ചെയ്ത് കരയിലോട്ട് വലിച്ചു കയറ്റുന്ന ഫോട്ടോ അതിങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത്. അതിന് ശേഷം ഇതുണ്ടോ ഇങ്ങനെയാണത് കൊണ്ടുവന്നത്. പിന്നെ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇവിടെ വരുമ്പോൾ അതിൻ്റെ മെയിൻ കാര്യങ്ങൾ കരയിൽ കയറ്റിയതിന് ശേഷം അത് ഉറപ്പിച്ച് നിർത്തി. ഈ നമ്മൾ ഈ നിൽക്കുന്ന ഈ മണ്ണിൽ അത് ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം ഡീകമ്മീഷൻ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു രൂപം ഇങ്ങനെയായിരുന്നു വന്നത്. പിന്നീട് അതിന് പെയിൻ്റൊക്കെ അടിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെയാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ ബോർഡറിനെ കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഇവിടെ ഫാമിലി നിൽപ്പുണ്ട്. ഇവിടെ കൊടുത്തേക്കുന്നത് എവല്യൂഷൻ ഓഫ് ദ ഇന്ത്യൻ നേവി സബ്മറൈൻ ആം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്. അപ്പം അതുള്ളൂ ഓരോ കാര്യങ്ങൾ. അതിൻ്റെ മ്യൂസിയം വരെ ആയതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ സബ്മറൈനെ കുറിച്ചുള്ള ഓവർവ്യൂ ഓഫ് ലൈഫ് ഇൻ എ സബ്മറൈൻ. ഒരു സബ്മറൈനെ ലൈഫിനെ കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള ഓവർവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഇവിടെ വേറൊരു ബാരിക്കേഡ് പോലത്തെ സംഭവം വെച്ചതിന് ശേഷമാണ് നമ്മൾ അകത്തോട്ട് കയറത്തുള്ളൂ. ഇതിൽ നമ്മൾ പോയി കഴിയുമ്പോൾ ഇവിടെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഇരിപ്പുണ്ട്. ഈ സബ്മറൈൻ്റെ ആങ്കറാണ് ഈ സാധനം എന്ന് പറയുമ്പോൾ. ഇത്രയും വെയിറ്റുള്ള സാധനമാണ് വരുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇതാണ് അതിൻ്റെ ടോർപിഡോ പോകുന്ന സാധനം. ഇത്രയും വലിയൊരു സംഭവമാണ് ഈ സബ്മറൈൻ എന്ന് പറഞ്ഞാൽ. ഒരു കാലത്ത് 1900 അതിൽ ഡീകമ്മീഷൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 69 റഷ്യയിൽ നിന്നാണ് ഈ സാധനം ഇവിടെ ഉണ്ടാക്കിയത്. റഷ്യയിൽ നിന്നുണ്ടാക്കിയ സാധനമാണിത്. അത് അവിടെ നിന്ന് നമ്മൾ ഇന്ത്യ വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിച്ച്, അതായത് ഇൻഡോ പാക് വാർ 71 ഇൻഡോ പാക് വാറിൽ പങ്കെടുത്തിട്ടുള്ളൊരു സബ്മറൈനാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇത്രയും വലിയൊരു സബ്മറൈൻ എൻ്റെ ലൈഫിന് ഞാൻ ആദ്യമായിട്ടാണ് സബ്മറൈൻ കാണുന്നത് തന്നെ. പിന്നെ ഇതിൻ്റെ ഡെപ്ത്ത് അല്ല, ഇതിൻ്റെ ആ ഒരു ഇതുണ്ടോ, നമ്മൾ നിന്ന് കഴിയുമ്പം ഇത്രയും വരെ പൊക്കമുള്ളൂ ഇതിന് അതിനുശേഷം ഇത് എന്തുമാത്രം മുകളിലോട്ട് കിടക്കുന്ന നോക്കി. അതിൻ്റെ മിക്ക ഭാഗങ്ങളും തുരുമ്പെടുത്ത് കടലിൽ ഡീകമ്മീഷൻ ചെയ്യാൻ ടോർപിഡോയാണ് ആയിരിക്കുന്നത് പറഞ്ഞാൽ. ഇതിലെയാണ് നമ്മുടെ ടോർപിഡോകൾ വരുന്നത്. ഇതാണ് ബാക്കി കപ്പലുകളെയൊക്കെ നശിപ്പിക്കുന്നത്, അവർ ചെയ്ത് നശിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തെ ഭാഗങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആ ഒരു ആങ്കർ ചെയ്യുന്ന ആ ഒരു സംഭവമില്ലേ, ചെയിൻ, അതാണിത്. അതിൻ്റെ ആ മീറ്ററൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു സാധനമാണ് ഈ ഒരു സബ്മറൈൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നേവൽ സബ്മറൈൻ മ്യൂസിയം കർസൂര ഡെഡിക്കേറ്റഡ് ടു ദ നേഷൻ ബൈ ശ്രീ എൻ ചന്ദ്രബാബു നായിഡു ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ആന്ധ്രാപ്രദേശ് 2002. അതാണ് കൊടുത്തിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസും കാര്യങ്ങളും. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഇവിടെ നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് ചെക്ക് ചെയ്ത് ആദ്യം നമുക്ക് ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് നടന്നിട്ട് വരാം. ഓരോ ആൾക്കാർ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങോട്ട് പോകാമെന്ന് തോന്നുന്നില്ല, കാരണം അവിടെ എഴുതി വെച്ചു ടോർപിഡോ. ഇതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടോർപിഡോ എന്ന് പറയുന്നത്. ഇത്രയും നീളമുണ്ട് ഒരു ടോർപിഡോ. ഇതാണ് നമ്മൾ മിസൈൽ പോലെ കടലിൽ കൂടെ ചെന്നിട്ട് ബാക്കി ഷിപ്പിനെയൊക്കെ നശിപ്പിച്ച് തന്നെ. അപ്പോൾ അതായത് വാറിൻ്റെ ടൈമിലൊക്കെ മറ്റ് ഷിപ്പുകളൊക്കെ നശിപ്പിച്ച് കളയുന്ന ടോർപിഡോ എന്ന് പറയുന്ന സാധനം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കും. ടോർപിഡോ. പിന്നെ അവിടെ എന്തോ ഇൻഡിക്കേറ്റർ ബോയ് എന്ന് പറയുന്നൊരു സാധനം കൂടെ വെച്ചിട്ടുണ്ട്, ആ മഞ്ഞ കളറിൽ കാണുന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് കിടക്കാൻ വേണ്ടി പോയി പിള്ളേർ നടക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടേക്ക് നോ എൻട്രി ആണെന്ന് തോന്നുന്നു. ബാർ ജാക്കകത്തായ ഇപ്പോൾ പുറത്തൂടെ ഒന്ന് നടന്നിട്ട് വന്നിട്ട് അകത്തോട്ട് കയറാമെന്ന് സെക്യൂരിറ്റി ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല. ഇതാണ് ആ സബ്മറൈൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഇത് പിന്നത്തെ ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ബാറ്ററി സെൽ UPG 125 എന്ന്. ദിസ് അണ്ടർ വാട്ടർ പ്ലാസ്റ്റിക് ഗ്ലാസ് സെൽ ഈസ് സ്പെഷ്യലി ഡിസൈൻ ഫോർ യൂസ് ഓൺ സബ്മറൈൻസ്. സബ്മറൈനിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്പെഷ്യലി ഡിസൈൻ ആയിട്ടുള്ള സെല്ലിൽ ആണ്, അതിൻ്റെ ഒരു രൂപമാണ്. ഇതിൽ ഉപയോഗിച്ചിരുന്നൊരു സാധനമാണ്, ആ സെല്ലാണ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇത്രയും വലിയൊരു സെല്ലാണ് അതിൻ്റെ. എനിക്ക് തോന്നുന്നു ബാറ്ററി അതായത് നമ്മുടെ കറണ്ടിൻ്റെ കാര്യങ്ങൾക്ക്. അതെ, ഇവിടെ വേറൊരു അതിഥി വന്നിട്ടിപ്പുണ്ട്, ടിക്കറ്റ് ഒന്നും വേണ്ടാത്ത ഒരാൾ. ഉച്ചസാറ് പിന്നെ എവിടെ ചെന്നാലും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആൾക്ക് ടിക്കറ്റും വേണ്ട, ഒന്നും വേണ്ട. ഇതാണ് നമ്മളുടെ ആ സബ്മറൈൻ ഏറ്റവും മുകളിലെ ഹബ്ബെന്ന് പറഞ്ഞാൽ. ഇത്രയും വലിയൊരു സാധനമാണ് കടലിൽ കൂടെ പോകുന്നത്. ഇനി ഇതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ കൗതുകങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഈ ഇതൊക്കെ തകിടൊക്കെ മുഴുവനും, തകിടല്ല ഉരുക്കല്ലേ, അത് മുഴുവനും പോയി കിടക്കുന്നത്. അപ്പോൾ അതിലാണ് എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇതിലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ കൂടെ പോയിട്ട് അതിൽ തിരിച്ചിറങ്ങി വരുമ്പം ബാക്കി ബാക്ക് സൈഡിൽ അതിൻ്റെ പ്രൊപ്പലറും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വീഡിയോ എടുക്കാം. ഇത് സബ്മറൈൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഇത് എന്ത് സാധനമാണെന്ന് അറിയത്തില്ല, എന്തൊരു സംഭവം, ഇത് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇതാണ്, ഇതിലെ കൂടെ ഇതിൻ്റെ വാട്ടറെല്ലാം കയറിയിട്ട് നമ്മൾ കടലിനടിയിലേക്ക് പോകത്തില്ലേ, അതിനുള്ള കൺട്രോളിൻ്റെ എല്ലാ സാധനമായിരിക്കും. എന്താണെങ്കിലും അകത്ത് ചെല്ലുമ്പോൾ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും നമുക്ക് നേരെ അകത്തേക്ക് പോയിട്ട് ബാക്കി വീഡിയോ അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇതാണ് ടിക്കറ്റ് ചാർജ്. വീഡിയോ ക്യാമറ എടുക്കുന്നതിന് 200 രൂപയാണ്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് 3 ലൊക്കേഷൻ എന്ന് പറഞ്ഞാലുള്ള ടിക്കറ്റാണ്, അല്ലെങ്കിൽ 70 രൂപയുള്ളൂ. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് 3 ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു മ്യൂസിയം ഉണ്ട് അവിടെ, നേവിയുടെ ഒരു മ്യൂസിയം ഉണ്ട്. ഈ റോഡിൻ്റെ നേരെ അപ്പുറ സൈഡിൽ തന്നെയാണ്. അവിടെ പോയി നമുക്ക് വീഡിയോ എടുക്കും. പിന്നെ എയർക്രാഫ്റ്റിൻ്റെ മ്യൂസിയം ഉണ്ട്, അതായത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു എയർക്രാഫ്റ്റ്. ഇത് മോളിൽ കൂടെ എയർ ഇന്ത്യ പോകുന്നുണ്ടോ.
എയർ ഇന്ത്യയുടെ ജെറ്റ്. ഇതിൻ്റെ നമ്മുടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് കയറി ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാം. ഇന്ത്യൻ നേവിയുടെ ഓഫീസേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം നേവിയുടെ ഓഫീസേഴ്സാണ്. സബ്മറൈൻ വെട്ടാൻ ആയിട്ടുള്ള സാറാണ് ഇതിരിക്കുന്നത്. ഇവർ ഈ സബ്മറൈൻ്റെ ആണെന്ന് തോന്നുന്നു. ഈ സബ്മറൈൻ്റെ ആയിരിക്കും. സബ്മറൈൻ വെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് അവർ ക്യാപ്പ് വെച്ചേക്കുന്നത്. നേവി ഓഫീസേഴ്സാണ് അതെല്ലാം ഈ ഇരിക്കുന്നത്. ഇന്ത്യൻ നേവിയുടെ ഓഫീസേഴ്സാണ് ഈ താഴെ ഇരിക്കുന്നത്. അവരും എൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ നേരെ സബ്മറൈനിലേക്ക് കയറുകയാണ്. അതിൻ്റെ എൻട്രൻസ് സത്യം പറഞ്ഞാൽ മുകളിൽ കൂടെയാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതിപ്പോൾ ഇവർ നമുക്ക് കാഴ്ചക്കാർക്ക് വേണ്ടി ഈ ഒരു സ്ഥലം വെൽഡ് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നതാണ്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണൊരു ബീച്ച്. കടലിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. അങ്ങ് കുറേ മലനിരകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വേറെ ഒരുപാട് ബീച്ചുകളുണ്ട് വിശാഖപട്ടണം എന്ന് പറഞ്ഞാൽ. എന്നാലും നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഓഫീസേഴ്സ് അതിൻ്റെ മെയിനായിട്ടുള്ള സബ്മറൈൻ്റെ എൻട്രൻസിൽ നിന്ന് വരാൻ നേരത്തുള്ളത്. ഈ സാറ് നമ്മുടെ ടിക്കറ്റ് ഇവിടെ വീണ്ടും ഒരു ചെക്ക് ചെയ്യും സാറ്. ഇതാണ് ടോർപിഡോ തന്നെ സാർ? ആ സാർ ടോർപിഡോ തന്നെ. ടോർപിഡോ ഇവിടെ ഇരിപ്പുണ്ട് പറഞ്ഞു. ഇതാണ് അതിൻ്റെ എൻജിൻ സംഭവം. പ്ലീസ് ഡു നോട്ട് ടച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആർടി പട്ടക് ആരാന്നറിയത്തില്ല. അന്നത്തെ സ്റ്റാഫിൻ്റെ യൂണിഫോം ആയിരിക്കണം ഇത്. അദ്ദേഹത്തിൻ്റെ പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ട് ഇതിലൊക്കെ പിടിച്ച് വലിച്ച് തിരിച്ച് നടക്കുന്നുണ്ട്. ഇതാണ് ടോർപിഡോ ഫയർ കൺട്രോൾ എന്നാണ് കൊടുത്തത്. ഇതിൻ്റെ ടോർപിഡോ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഹാച്ചാണ് ഇത്. ഇതിലെ കൂടെയാണ് ടോർപിഡോ. ഇതാണ് ടോർപിഡോ. ഒരെണ്ണം തുറന്ന് വെച്ചേക്കെന്ന് പറഞ്ഞ് ഇത് വെച്ചിരിക്കുന്നത്. ഇതാണ് അവർ ടോർപിഡോസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ടോർപിഡോ ഇതിൻ്റെ അകത്തേക്ക് കയറ്റുന്നത്. അതിന് ശേഷമാണ് അത് ഫയർ ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഡു നോട്ട് ടച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അതിൻ്റെ മെയിനായിട്ടുള്ള ഹാച്ചുകളാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ട 1971 കാലഘട്ടത്തിൽ ഇന്ത്യ പാക് വാറൊക്കെ നടക്കുന്ന സമയത്ത് കടലിലടിയിൽ ഇതിൻ്റെ അകത്ത് ആക്റ്റീവായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു ഈ ഒരു സബ്മറൈൻ എന്ന് പറഞ്ഞാൽ. എത്ര നാവികരുടെ టికెట్ లేనా వీడియోకు. ഇവിടെ കമ്പാർട്ട്മെൻറ്റ് നമ്പർ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതും ടോർപീഡോസ് ആണ് ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇവിടെ എല്ലാം ടോർപീഡോസ് വെച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ദ മെൻ ഹു മേഡ് ഇറ്റ് ഹാപ്പൻ റിയർ അഡ്മിറൽ അരുൺ ഓഡിറ്റോ AVSM NM. അതിൻ്റെ കമ്മീഷനിങ്ങിൻ്റെ ഫോട്ടോ ഒക്കെയാണ് ഇന്ത്യ മേടിച്ച. അതിൻ്റെ കടലിൽ കിടക്കുന്ന ഫോട്ടോസ് ഉണ്ട്. ഇതെല്ലാം ഓരോരോ സ്വിച്ചുകളാണ്. ഇത്രയും ചെറുതാണ് ഇതിൻ്റെ കമ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ. വാഷ് സ്പേസ് ഉണ്ട്. കമ്പാർട്ട്മെൻറ്റ് നമ്പർ 2. നല്ല ക്യൂ ആണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തുമാത്രം കഷ്ടപ്പാടായിരിക്കും ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഇത്രയും ചെറിയ കമ്പാർട്ട്മെൻറ്റ് നമ്മൾ കരയിൽ ഇങ്ങനെയാണെങ്കിൽ കടലിൽ ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും. ഇതിൻ്റെ സൗണ്ട് വെലോസിറ്റി നോക്കുന്നൊരു മീറ്ററാണിത്. ഇത് വേറെ കമ്പാർട്ട്മെൻറ്റ്. ഇത് ക്യാപ്റ്റൻസ് ക്യാബിൻ. ക്യാപ്റ്റൻ്റെ ക്യാബിനാണിത്. അതുപോലെ ഇതെന്താണ് സൗണ്ട് റൂമാണിത്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ സിഗ്നൽസൊക്കെ പിടിച്ചെടുത്തിട്ട് അവർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അകത്ത് ഫുള്ള് ഇതുപോലത്തെ സംഭവമാണിത്. സ്ലീപ്പിംഗ് റൂമാണ്. അവരുടെ ക്യാബിനാണിത്. ഇനി നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് പോകണം. ആ ഒരു സമയത്ത് എന്ത് തിരക്കായിരുന്നു എനിക്ക് ഇതിൻ്റെ അകത്ത്. ഇത്രയും ക്രൂവും കൂടെ കൂടി കഴിയുമ്പം നല്ലൊരു, ഇപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ ഇതുപോലെ സ്റ്റാമ്പ് റൈറ്റ് സൈഡ് ക്യാബിൻ. ഇതെല്ലാം അവരുടെ ക്യാബിനുകളാണ്. അന്ന് അവർ ഉറങ്ങാൻ ഉപയോഗിച്ചിരുന്ന ക്യാബിനുകളാണ്. ഇതിനിത് ഡൈനിങ് ഹാള്. ഇങ്ങനെയാണ് ഡൈനിങ് ഹാള്. ഇതിൻ്റെ എൻജിൻ്റെ മെയിൻ ടു കൂൾ എയർ ഇൻ ദ കമ്പാർട്ട്മെൻറ്റിൽ കൂള് എയർ കൊണ്ടുവരുന്നതാണ്. ക്യാപ്റ്റനൊക്കെ അന്നിരുന്ന് ഫുഡ് കഴിക്കുന്നൊരു ഏരിയ ആണ് എന്ന് പറഞ്ഞത്. ഇത് വീണ്ടും പിന്നീട് വരുമ്പോൾ വേറെ റൂം. ഇത്രയും കുനിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് കിടക്കാൻ. അതിൻ്റെ മീറ്ററുകളും കാര്യങ്ങളൊക്കെ. ഇത്രയും വലിയ
ഒരു മെഷീൻ എൻജിൻ റൂമാണ് ഇതിൻ്റെ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ. ഇത് ചാർട്ടർ ഹൗസ്, മെയിൻ നാവിഗേഷൻ കോംപ്ലക്സ് ഓഫ് ദ സബ്മറൈൻ. ആ ഒരു കാലഘട്ടത്തിലെ ടെക്നോളജി വെച്ചിട്ട് നിർമ്മിച്ച ഒരു സബ്മറൈനാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ സംഭവം. ഈ സിസ്റ്റം നമുക്കിൻ്റെ അത് കാണാം. ഇതൊക്കെ ഒരു കാലത്ത് ഓപ്പറേറ്റ് ചെയ്തിരുന്നതാണ്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരിതെല്ലാം ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഇവിടെ ട്രിം ഇൻഡിക്കേറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തുവാണെന്നറിയത്തില്ല. കുറേ മെഷീൻസും കുറേ ചക്രങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നാവികരായിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇന്നും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കണം. പക്ഷേ ഇന്നും കുറച്ച് എന്താ പറയുന്നത്, ഒരുപാട് ഡെവലപ്പ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയത് കാരണം ഇത്രയും സംഭവങ്ങളൊന്നും കാണത്തില്ലായിരിക്കും. ഇത് ഇന്നത്തെ അന്തർവാഹിനി കണ്ടിട്ടില്ല, ഇല്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലുണ്ടാക്കിയ സംഭവമാണ്. എയർ ഇൻഡക്ഷൻ ഫ്ലാപ്പ്. ഈ കൊച്ചിന് കടന്നു പോകാൻ അത്രയുള്ള വലിപ്പമുള്ളു. ഈ ഒരു ഓരോ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞാണെ അവിടെ ഇരുന്നുകൊണ്ട് അതെല്ലാം വലിച്ചു കുറച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിൻ സ്വിച്ച് ബോർഡ് നമ്പർ ഇലക്ട്രിസിറ്റി എക്യുപ്മെൻറ്റ്സിനുള്ള മെയിൻ സ്വിച്ച് ബോർഡാണ് ഇവിടെ. പിന്നെ റേഡിയോ റിസീവർ, ഇതാണ് റേഡിയോ റിസീവറുടെ ക്യാബിനാണിത്. പിന്നെ INSന് അതിൻ്റെ ഓഫീസേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇതെല്ലാം. ഇതും അവരുടെ ക്യാബിനാണ്. പിന്നെ ഈ ഷിപ്പിൽ ഗസ്റ്റ് ഓഫ് ഇന്ത്യൻ സബ്മറൈൻ അത് നമ്മൾ സബ്മറിലൊക്കെ ഇപ്പോൾ നേവിക്കാരുടെയൊക്കെ ഈ യൂണിഫോമിൻ്റെ സൈഡിൽ കാണത്തില്ല ഓരോ ബാഡ്ജികൾ. എയർഫോഴ്സിലൊക്കെ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലത്തെ സാധനമാണ് ആ കണ്ടത്. ഇത് പിന്നെ കിച്ചൺ, ഇവിടെയാണ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സബ്മറൈനിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കിച്ചണാണ്. ഇത്രയും ചെറിയൊരു കിച്ചണിൽ നിന്നിട്ടാണ് ഈ 60ഓളം പേർക്ക് ഇത്രയും വരുന്ന ക്രൂവിന് ഡെയിലി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അന്ന് നിലച്ചിരുന്ന് അതാണ്. ഇതാണ് അതിൻ്റെ ഒരു ഡോറെന്നാണ്. അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വീണ്ടും നമ്മൾ താഴേക്ക് പോകുന്നു കേട്ടോ. ഒരു ഫുള്ളൊരു എഞ്ചിൻ റൂമാണ് സംഭവം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ഓ മൈ ഗോഡ്, ഇത്രയും ചെറുതാണ്. ഇതൊക്കെ തലയിൽ ഇടിച്ചതാണ് കേട്ടോ. ഇത് പിന്നെ അതിൻ്റെ ഇതെന്തോ സംഭവം നടത്തില്ല. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് മെയിൻ ഡീസൽ സെൻറ്റർ എഞ്ചിൻ ടൈപ്പ് ഓഫ്. ഇത് എഞ്ചിനാണ് അതിൻ്റെ കേട്ടോ. ഇതാണ് അതിൻ്റെ മെയിൻ എഞ്ചിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കമ്പാർട്ട്മെൻറ്റ് 5, 5ാമത്തെ കമ്പാർട്ട്മെൻറ്റാണ് ഇത്. ഇത്രയും വലിയൊരു സംഭവമാണ്. മെഷീൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അടുത്ത കമ്പാർട്ട്മെൻറ്റ് നമ്പർ 6ലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കുറേ ആൾക്കാർ ആ വഴി പോയി, ഞാനിവിടെ എത്തി. സപ്ലൈ ക്ലിങ്കറ്റ് എന്നൊക്കെ വെച്ചിട്ട് ഇതൊക്കെ പഴയ നേവി ഓഫീസേഴ്സാണ്. പ്രത്യേകിച്ച് സബ്മറൈനിലൊക്കെ വന്ന് വർക്ക് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഇതിൻ്റെ കഷ്ടപ്പാടറിയത്തുള്ളൂ. ഇവിടെ എല്ലാം ഫുള്ള് ഇത്രയും വലിയൊരു സംഭവമാണ്, മോട്ടറാണ്. ഇപ്പോൾ കരയിൽ ഇത്രയും ഒരു ഇതായി കഴിയുമ്പോൾ കടലിനടിയിലായിരിക്കും ഏകാന്തം എന്താ നമുക്ക് ആലോചിക്കാമെന്നുള്ളത്. നമ്മൾ ഇപ്പം ഇതിൻ്റെ അകത്തോടെ കയറിയിട്ട് തന്നെ ഭയങ്കര വീർപ്പൂട്ടി നടക്കുകയാണ്. അപ്പോൾ ഈ കടലിലടി 70ഓളം വരുന്ന ക്രൂ ആയിട്ട് ഈ ഒരു ഷിപ്പ്, പ്രത്യേകിച്ച് വാറിൻ്റെ ടൈമിൽ എന്നൊക്കെ പറയുമ്പോൾ എന്ത് അലേർട്ടായിരിക്കും അവരെന്ന് പറഞ്ഞാൽ. അത്രയും അലേർട്ടായിട്ട് നിന്നിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാവും പകലും ഇല്ലാതെ കൊണ്ട് കടലിൻ്റെ അടിത്തട്ടുകളിൽ നിന്ന് സേവനം ചെയ്ത ഒരുപാട് നാവികരും അവരെ വഹിച്ചുകൊണ്ടുള്ള ഒരു സബ്മറൈനായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് എന്ന് പറയുന്ന ഓരോ മനുഷ്യരും രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതുകൊണ്ടാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്. ഇവിടെ ഒരു വാഷ് സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു ക്ലോസറ്റ് ഉണ്ട്. ഇങ്ങനെയാണിത്, ഇത്രയും ചെറുതാണ് വേറെ ക്ലോസറ്റ്. അതിൻ്റെ മേളിൽ തന്നെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അതും കുറേ ഇരുട്ടാണ്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. ഒരുപാട് മീറ്ററുണ്ട്. ഇതൊക്കെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു അവർക്ക്. സ്റ്റാഫ് ഷാഫ്റ്റ് ഹെൽത്ത് മോണിറ്ററിംഗ് പാനൽ. നമുക്ക് എന്തായാലും അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം. ഇത്രയും ചെറിയതാണ് ഓരോ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞി ഇതിൻ്റെ അകത്തോട്ട് കിടക്കാം. എവിടെ ചെന്നാലും ഇവിടെ ഇതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോർ ഫ്രഷ് വാട്ടർ,
ഫ്രഷ് വാട്ടർ ടാങ്ക് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഫ്രഷ് വാട്ടർ. ഡു നോട്ട് റൈറ്റ് എനി കമൻറ്റ്സ് സമ്മറി. ഇതിൻ്റെ ഫ്രഷ് വാട്ടർ ടാങ്കാണ് വരുന്നത് സബ്മറൈനിൽ. ഇത് ഇവിടെ ബെഡുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് അവർ ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ് ഇവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റാണെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനം. അതും ടോർപിഡോസാണ് അവിടെ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ. ഇവിടെ മെയിൻ വരുന്നത് ഫ്രഷ് വാട്ടർ ടാങ്ക് ഉണ്ട്. ഈ ടു സ്റ്റോർ ഫ്രഷ് വാട്ടർ. ഇതാണ് ഈ ഒരു ടാങ്കിലാണ് അവർ അവരുടെ കുടിവെള്ളം കാര്യങ്ങളൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു. അത് കടലിൽ നിന്ന് തന്നെ ശുദ്ധീകരിച്ചെടുക്കുകയായിരിക്കും. വീണ്ടും ഇവിടെ ഒരു ഹാച്ച് വരുന്നുണ്ട്. ഇത് എന്തുവാന്ന് എഴുതിയിട്ടില്ല. പിന്നെ അത് ടോർപിഡാണ്. ടോർപിഡോയുടെ ബാക്ക് സൈഡ് ഉണ്ടോ? ടോർപിഡോയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കുന്നത് പ്രൊപ്പല്ലറുകളുണ്ട്. അപ്പോൾ അതതിൻ്റെ ഹാച്ചിൻ്റെ അത് കയറ്റിയിട്ടാണ്. ഇവിടെയുണ്ട്. അതുപോലെ ഫ്രണ്ടിലും ടോർപിഡോസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സബ്മറൈൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നേരെ സബ്മറൈൻ്റെ ബാക്ക് സൈഡിലെത്തി വെളിയിലേക്ക് കിടക്കുകയാണ്. അതിന് ഇനി വെളിയിൽ കിടന്നതിന് ശേഷം നമുക്ക് പോയി ബാക്ക് സൈഡ് കാണാം. ഇത്രയും വലിയൊരു സബ്മറൈനിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ ഇത്ര നേരമായിട്ട് കണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ ആ ഗ്ലാസ് ഇട്ട ആ ഒരു ചില്ലില്ല, അതിൻ്റെ അടിയിലേക്ക് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു, എഞ്ചിൻ്റെ ബാക്കി കാര്യങ്ങൾ. പക്ഷേ അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ലെന്ന്. ഇവർ ആ മേളിലൊരു ഭാഗത്തൂടെ ലെവലിലാണ് നമ്മൾ നടന്നു വന്നത്. ഈ അടിയിലത്തെ ഭാഗത്തേക്കൊന്നും നമ്മളെ കടത്തി വിട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് അത് അങ്ങോട്ടേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് വിടാത്തത്. നമ്മൾ ആ കടന്നു വന്ന ലെവലുണ്ട്, ആ ഒരു ലെവലിൽ നമ്മളിങ്ങോട്ട് കടത്തി വിട്ടിട്ടുള്ളൂ. ഈ ഒരു അടിഭാഗത്തിലേക്ക് നമ്മളെ ഇതുവരെ കടത്തി വിടില്ല. അവിടെ മുഴുവൻ എഞ്ചിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കണം വിടാത്തത്. ഇതാണ് അതിൻ്റെ പ്രൊപ്പല്ലർ. ഈ ഒരു സാധനമാണ് കടലിലൂടെ ഇതിനെ നയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1,00,000 മേളിൽ കിലോമീറ്ററാണ് അതിൻ്റെ സർവീസ് കാലയളവിൽ പൂർത്തീകരിച്ചതെന്ന് പറഞ്ഞാൽ. 1,00,000. അതായത് USSR പഴയ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന് ഇന്ത്യ വാങ്ങിച്ചതിന് ശേഷം നമ്മളെ ഇന്ത്യ പാക് വാറിലൊക്കെ പങ്കെടുത്തു. ഇവിടെ ഓരോരുത്തരൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രൊപ്പല്ലറിൻ്റെ വലുപ്പം കണ്ടോ? ഞാൻ അടുത്ത് ചെന്നിട്ടൊന്ന് നോക്കാം. അപ്പുറ സൈഡിൽ നിന്ന് വല്ലതും നോക്കാമായിരുന്നു. ഇത്രയും വലിയൊരു പ്രൊപ്പല്ലറാണ് ഇതിനെ നയിച്ചത്. ഇവിടെ ഒരു പ്രൊപ്പല്ലറുണ്ട്, ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറ സൈഡിലും കാണും. അപ്പുറ സൈഡിൽ ഒരു പ്രൊപ്പല്ലറുണ്ട്. അത് ഞാൻ ചെന്ന് വേണേ കാണിച്ചു തരാം. ഇവിടെയും പ്രൊപ്പല്ലറുണ്ട് കണ്ടോ? ഇങ്ങനെയാണ് ഈ ഒരു സബ്മറൈൻ്റെ ഇവിടെ എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സബ്മറൈൻ്റെ ടോട്ടൽ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാലാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സബ്മറൈൻ കാണുന്നതും സബ്മറൈനിൽ കയറുന്നതും. ഇതിനിപ്പോഴും നേവിയുടെ ആക്റ്റീവ് സബ്മറൈൻ എന്ന് പറയുന്ന ആ ഫ്ലാഗ് ഉണ്ടെന്നാണ് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. അതായത് ആക്റ്റീവായിട്ടുള്ള സബ്മറൈൻസിന് ഇവർ ഡിഫൻസിൻ്റെ ഭാഗത്താണ്, നേവിയുടെ ഭാഗത്ത് ഒരു ഉണ്ടല്ലോ ചില തിരിച്ചറിയാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോഴും അതാണ്ട് 2001 ഇത് ഡീകമ്മീഷൻ ചെയ്തത്. ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. 1 ഡീകമ്മീഷൻ ചെയ്താണ് എൻ്റെ ഓർമ്മ അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി 31 വർഷങ്ങൾ കടലിൽ കാവൽ നിന്ന് രാജ്യത്തിനെ സംരക്ഷിച്ച്, ഇൻഡോ പാക് വാറിലൊക്കെ നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിച്ച് നിർണായകമായ വിവരങ്ങളൊക്കെ കൈമാറി ദേശത്തിന് സംരക്ഷിച്ച് നമ്മളുടെ സ്വാതന്ത്ര്യം, നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ അശ്രാന്തം പരിശ്രമിച്ച ഒരുപാട് നാവികസേന ഉദ്യോഗസ്ഥരെയും വഹിച്ചുകൊണ്ട് അറബിക്കടലിൻ്റെയും ബംഗാൾ ഉൾക്കടലിൻ്റെയും അതുപോലെ മറ്റ് സമുദ്ര അതിർത്തികൾ പോയി സേവനം ചെയ്ത ഒരു വലിയ മഹാനാണ് ഈ കിടക്കുന്നത് പറഞ്ഞാൽ. എന്നെ സംബന്ധിച്ച് ഇവിടെ വരുമ്പം ഇത് കാണുമ്പോൾ ഒരു സബ്മറൈൻ ഒരു മെഷീൻ ആയിട്ട് തോന്നുന്നില്ല. ഇത് ഒരു വ്യക്തിയെ പോലാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ. അതിൻ്റെ ജീവിച്ച കാലം മുഴുവനും അശ്രാന്തമായിട്ട് രാജ്യത്തിന് വേണ്ടി പണി കഴിഞ്ഞ് അല്ലെങ്കിൽ സേവനം ചെയ്തതിന് ശേഷം ഇപ്പോഴും വിശ്രമിക്കുന്നില്ല. ഇപ്പോഴും എന്ന് പറയുന്നത് നമ്മുടെ ജനതയ്ക്ക് വേണ്ടി ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം, ഇങ്ങനെയൊക്കെയാണ് സബ്മറൈൻ, ഇങ്ങനെയൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോഴും ഒരു പ്രതീകമായിട്ട് അത് നിലകൊള്ളുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ നമ്മൾ ആ ഹാച്ചൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് നാവികർ ജീവിച്ചിരിക്കുകയെന്ന്, അല്ലെങ്കിൽ അന്ന് സേവനം ചെയ്തിരിക്കുകയെന്ന്. അപ്പോൾ അതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് നമ്മുടെ നാവികർ അല്ലെങ്കിൽ നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവർ നേടിത്തന്നത്. അപ്പോൾ സബ്മറൈൻ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അകം ഫുള്ളായിട്ട് എന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹൈ പ്രഷർ എയർ ബോട്ടിൽ, ഞാനത് ബാക്ക് ക്യാമറ വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം. പ്രഷർ എയർ ബോട്ടിൽ എന്ന് പറയുന്നൊരു സാധനം വെച്ചിട്ടുണ്ട്.
സബ്മറൈൻ്റെ ഒരു മെയിൻ ഭാഗമായിട്ടാണ് എഴുതി വെച്ചത്. അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചെടുക്കുക. ഇതുപോലെ തന്നെ സബ്മറൈൻ്റെ ഓരോ പാർട്സുകളും അവർ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി അങ്ങോട്ടേക്ക് പോകാം. അവിടെ ഏതാണ്ടൊരു സാധനം വെച്ചിട്ടുണ്ടോ, റിഫ്ലക്റ്റർ സോണാർ സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര്. ഇതിങ്ങനെ ഈ ഒരു സാധനമാണ് റിഫ്ലക്റ്റർ സോണാർ സിസ്റ്റം. ഇത് ഞാൻ വായിച്ചു തരാം വേണേ. സോണാർ ഈസ് ദ അണ്ടർ വാട്ടർ സൗണ്ട് ഡിറ്റക്ടർ ഓൺ ബോർഡ് സബ്മറൈൻ ആസ് ഇറ്റ് കോൾ ദ ഐസ് ആൻഡ് ഇയേഴ്സ് ഓഫ് ദ സബ്മറൈൻ. ദിസ് റിഫ്ലക്റ്റർ ഈസ് ഫിറ്റഡ് വിത്ത് എ transducer. Approximate weight of the reflector is 300 kilograms and operates hydraulically. The reflector can tilt and turn on either side, and its transducer receive the sound signals to detect the target. This sonar system can be operated up to maximum diving depth. അപ്പോൾ ഇതാണ് സാധനം. സോണാർ നമ്മൾ പഠിച്ചിട്ടില്ല, ആ ഒരു സാധനം ഇതാണ്. ഇതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്, ബാക്കി അതിൻ്റെ ഭാഗങ്ങളുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ള സംഭവം ഇതാണ്. സോണാറിൻ്റെ മെയിൻ സാധനം ഒരു ഇതാണ്. പിന്നെ അവിടെ ഒരു എഞ്ചിൻ വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അവിടെ വെച്ച് എന്ത് സാധനമാണെന്ന് അറിയത്തില്ല. അതിൻ്റെ ബോർഡ് അവിടെ വെച്ചിരുന്ന് പോയിരിക്കുകയാണ്. ഇവിടെ എല്ലാം നിന്ന് ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നു. ഇനി അടുത്ത പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എയർക്രാഫ്റ്റിൻ്റെ മ്യൂസിയം ഉണ്ട്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മ്യൂസിയം ഉണ്ട്. അത് നമുക്ക് പോയി ഫോട്ടോ എടുക്കാമെന്നാണ്. ഇതാണ് നമ്മുടെ വിശാഖപട്ടണം കടലെന്ന് പറഞ്ഞാൽ, ബീച്ച്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ INS കസൂര എന്ന് പറയുന്ന സബ്മറൈൻ്റെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിലൊക്കെ ഞാൻ സബ്മറൈൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇപ്പോൾ ഇനി അടുത്ത് നമുക്കുള്ളത് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള എയർക്രാഫ്റ്റ് മ്യൂസിയം ഉണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നമ്മുടെ എയർക്രാഫ്റ്റ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത്, ഇന്ത്യൻ നേവിയുടെ തന്നെ കേട്ടോ, ഇന്ത്യൻ നേവിയുടെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ മ്യൂസിയമാണ് അതുള്ളത്. അപ്പോൾ അവിടുത്തെ വീഡിയോ ഇനി നമുക്ക് നേരെ അപ്പുറം പോയിട്ട് എടുക്കണം. അപ്പോൾ അത് ഞാൻ അടുത്ത ഒരു പാർട്ടായിട്ട് ആ ഒരു വീഡിയോ ഇട്ടാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.